ഇവിടെ എലിസൻഡ എന്ത് ചെയ്യായിരുന്നു? ഷി വാസ് പുട്ടിംഗ് compresses on their sick child. Compresses here means pieces of cloth you put on someone who is sick to make them feel better. He took her to the rear of the courtyard. They both looked at the fallen body. അങ്ങനെ പെലായോ എലിസന്റെയും കൂട്ടി ആ മനുഷ്യൻ കിടന്നിരുന്ന ആ ഒരു ഭാഗത്തല്ലേ, ബാക്ക് ഓഫ് ദ കോർട്ട്യാർഡ്, അവിടെ എത്തി. ആ മനുഷ്യൻ ശരിക്കും ആകാശത്തു നിന്നെങ്ങാനും പൊട്ടി വീണതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. ഇനി എങ്ങനെയാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. The man was dressed like a rag picker. There were only a few faded hairs left on his bald skull, and very few teeth in his mouth. His pitiful condition seemed that of a drenched great grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half plucked, were entangled in the mud. സോ അയാളുടെ അപ്പിയറൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. എന്താണ് ഈ റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ? ഉപയോഗശൂന്യമായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന പഴകിയ തുണിയും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ പെറുക്കിയെടുത്ത് അത് വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകൾ അല്ലേ? വേസ്റ്റ് കളക്ടർ, സ്കാവഞ്ചർ എന്നൊക്കെ നമ്മൾ പറയും. സോ ആ ഒരു റാഗ് പിക്കറിന്റെ പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. റാഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പഴംതുണി, കീറത്തുണി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു റാഗ് പിക്കറിനെ പോലെയാണ് അയാൾ വസ്ത്രം ധരിച്ചിരുന്നത്. അതായത് നല്ല വസ്ത്രമൊന്നുമല്ല അയാൾക്ക് ഉണ്ടായിരുന്നത് അല്ലെ, കീറിപ്പറഞ്ഞ അല്ലെങ്കിൽ അഴുക്ക് പുരണ്ട ഒരു വസ്ത്രമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എന്താ അയാളെ കുറിച്ച് പറയുന്നത്? അയാൾക്കൊരു ബാൾഡ് സ്കള്ളാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അല്ലെ. അതായത് ഹെഡ് വിത്തൗട്ട് എനി ഹെയർ. ആകെ കുറച്ച് മുടിയാണ് അയാളുടെ തലയിൽ ഉണ്ടായിരുന്നത്. അതും ആകെ ഫെയ്ഡഡ് ആയ ഗ്രേ ആയ ഹെയർ ആണ് ഉണ്ടായിരുന്നത്.